പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അടുത്ത കാലം വരെ ഒരാളുടെ ഹൃദയാഘാത സാധ്യത വിലയിരുത്തുവാൻ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് രക്തത്തിലെ കൊളസ്ട്രോൾ ലെവൽ പരിശോധിക്കുക എന്നാണ്. ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ, അതായത് ഉയർന്ന LDL എന്ന ചീത്ത കൊളസ്ട്രോളിന്റെ ലെവല് ഒരാളുടെ ഹൃദയാഘാത സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതായത് ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അയാളുടെ കൊറോണറി ധമനികളിലും മറ്റ് ധമനികളിലും പ്ലാക്ക് എന്ന ബ്ലോക്ക് ഉണ്ടാകാനും അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ കാരണമാകുന്നു എന്നുമാണ് നമ്മൾ ഇതേവരെ ധരിച്ചു വെച്ചിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് നടത്തിയ ചില ഗവേഷണങ്ങളുടെ ഫലമായി ഈ കൊളസ്ട്രോളിനപ്പുറം മറ്റൊരു പ്രധാന അപകട ഘടകം ഉണ്ട് എന്ന് ശാസ്ത്രലോകം ഇന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്താണ് ഈ പുതിയ അപകട ഘടകം? അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആ അപകട ഘടകത്തിന്റെ പേര് CRP എന്നാണ്. CRP എന്ന് പറഞ്ഞാൽ സി റിയാക്റ്റീവ് പ്രോട്ടീൻ എന്നാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ അതൊരു പ്രോട്ടീനാണ്. അത് നമ്മുടെ കരളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അത് കരളിൽ നിന്നും കൂടുതലായിട്ട് ചില സന്ദർഭങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കരളിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച് അത് രക്തത്തിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ രക്തത്തിലെ അതിൻ്റെ അളവാണ് നമ്മൾ ഈ പരിശോധനയിലൂടെ കണ്ടെത്തുന്നത്. അപ്പോൾ ചില സന്ദർഭങ്ങളിലാണ് ഈ സി റിയാക്റ്റീവ് പ്രോട്ടീൻ്റെ അളവ് കൂടുന്നത്. അതായത് ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുക, അതായത് ബാക്ടീരിയ, വൈറസ് മുതലായ ഇൻഫെക്ഷൻ ഉണ്ടാകുക, നീർക്കെട്ട് ശരീരത്തിൽ ഉണ്ടാകുക, അതായത് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിൽ, പിന്നെ ഒരാൾക്ക് ഒബീസിറ്റി അല്ലെ അമിതവണ്ണം, അതുപോലെ തന്നെ ഡയബറ്റിസ് തുടങ്ങിയ മെറ്റബോളിക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒക്കെ ഈ സി റിയാക്റ്റീവ് പ്രോട്ടീൻ കൂടിയിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അത് ഹൃദയാഘാത സാധ്യത വിലയിരുത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് സി റിയാക്റ്റീവ് പ്രോട്ടീൻ കൂടുതലുള്ള ഒരു വ്യക്തിക്ക് കൊറോണറി ധമനികളിൽ ഈ ഇൻഫ്ലമേഷൻ അല്ലെ നീർക്കെട്ട് ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. അത് ക്രമേണ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി പ്ലാക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സി റിയാക്റ്റീവ് പ്രോട്ടീനെ പറ്റി അല്പം കൂടി നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. അത് ഞാൻ സൂചിപ്പിച്ചു, അത് വളരെ ലളിതമായ ഒരു സാധാരണ രക്തപരിശോധനയാണ്. കൊളസ്ട്രോൾ പരിശോധിക്കാൻ രക്തം എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ നോക്കാൻ രക്തം എടുക്കുമ്പോഴോ ഒക്കെ ഈ CRP കൂടി നോക്കാവുന്നതാണ്. ഈ സി റിയാക്റ്റിന്റെ അളവ് നമ്മൾ എല്ലാവരും അത് അറിഞ്ഞിരിക്കണം. 1 mg/L വരെ അത് നോർമൽ ലെവലാണ്. 1 മുതൽ 3 mg/L വരെ അത് മോഡറേറ്റ് റിസ്ക് ആണ്. 3-ൽ കൂടുതലുണ്ടെങ്കിൽ അത് കൂടുതൽ അപകട ഘടകമാണ്. CRP പരിശോധന 2 തരത്തിലുള്ളതുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് CRP, അതായത് സാധാരണ നോക്കുന്ന സി റിയാക്റ്റീവ് പ്രോട്ടീൻ ടെസ്റ്റ്. രണ്ടാമത്തേത് ഹൈ സെൻസിറ്റീവ് സി റിയാക്റ്റീവ് പ്രോട്ടീൻ ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട്. അത് കൂടുതൽ സംവേദനക്ഷമതയുള്ള ഒരു പരിശോധനയാണ്. അപ്പൊ നമ്മുടെ കാർഡിയാക് റിസ്ക് അറിയുവാൻ ഈ ഹൈ സെൻസിറ്റീവ് സി റിയാക്റ്റീവ് പ്രോട്ടീൻ ടെസ്റ്റാണ് കൂടുതൽ നമ്മെ സഹായിക്കുന്നത്. അത് എങ്ങനെയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. സി റിയാക്റ്റീവ് പ്രോട്ടീൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും കൂടാം. അതുകൊണ്ട് ഇത് ഹൃദയാഘാത സാധ്യത മാത്രം വിലയിരുത്തുകയല്ല ചെയ്യുന്നത്. ഡോക്ടർമാർ രോഗിക്ക് ഒരു വലിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ CRP പരിശോധന ചെയ്യും. കാലിൽ എന്തെങ്കിലും പഴുപ്പ്, അല്ലെങ്കിൽ ന്യൂമോണിയ, അല്ലെങ്കിൽ ഏതെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ തുടങ്ങിയ പല ഇൻഫെക്ഷൻ ഉള്ളപ്പോഴും ഇന്ന് ഡോക്ടർമാർ CRP പരിശോധന ചെയ്യുന്നുണ്ട്. അത് രോഗനിർണയത്തിനും അതുപോലെ തന്നെ ചികിത്സയുടെ ഫലം വിലയിരുത്തുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ്. റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻ ഉള്ളപ്പോഴും ഈ സി റിയാക്റ്റീവ് പ്രോട്ടീൻ കൂടാം. ഡയബറ്റിസ് ഉള്ളവർക്ക് ഇത് കൂടാം, അതായത് അതൊരു മെറ്റബോളിക് ഡിസീസാണ്. ഒബീസിറ്റി, അമിതവണ്ണം ഉള്ളവരിലും ഇത് കൂടാം. അങ്ങനെ ഇത് ഹൃദയാഘാത സാധ്യത വിലയിരുത്താൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു പരിശോധനയല്ല. പിന്നെ ഹൃദയാഘാത സാധ്യത കൺഫേം ചെയ്യാനുള്ള ഒരു പരിശോധനയായിട്ടും ഇതിനെ കണക്കാക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഹൃദയാഘാതം കണ്ടെത്താനുള്ള ഒരു പരിശോധനയായിട്ടും ഇതിനെ കണ്ടെത്താൻ സാധിക്കുകയില്ല. പക്ഷെ എത്രമാത്രം അയാൾക്ക് റിസ്ക് ഉണ്ട്, ഹൃദയാഘാതം വരാനുള്ള റിസ്ക് എത്രമാത്രം ഉണ്ട് എന്ന് കണ്ടെത്തുന്നതിന് ഡോക്ടർമാരെ സഹായിക്കുന്ന ഏറ്റവും സാധാരണയായ അല്ലെങ്കിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു ചെറിയ പരിശോധനയാണ് ഈ CRP പരിശോധന. അപ്പോൾ എങ്ങനെയാണ് ഈ സി റിയാക്റ്റീവ് പ്രോട്ടീൻ്റെ അളവ് കൂടുമ്പോൾ അത് നമ്മുടെ കൊറോണറി ധമനികളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ധമനികളുടെ അകത്തെ ഒരു ആവരണമുണ്ട്, വളരെ സോഫ്റ്റായ ഓരോ കോശങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന എൻഡോത്തീലിയം എന്ന ഒരു പോർഷൻ അതിനുണ്ട്. അപ്പോൾ ഈ പ്രമേഹമുള്ളവരിലും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ ഉള്ളവരും അല്ലെ കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്കും ഒക്കെ ഇവിടെ ഇൻഫ്ലമേഷൻ അല്ലെ നീർക്കെട്ട് വരാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ഈ എൻഡോത്തീലിയത്തിന് ആദ്യമായിട്ട് ഡാമേജ് വരുന്നു. ചിലപ്പോൾ പ്രഷർ ഉള്ളവർക്ക് എൻഡോത്തീലിയം ഡാമേജ് വരാം, ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർക്ക് എൻഡോത്തീലിയം ഡാമേജ് വരാം, പ്രമേഹം ഉള്ളവർക്കും അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെ കൊളസ്ട്രോൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ. അപ്പോൾ ഈ ചീത്ത കൊളസ്ട്രോളായ LDL വന്നു കഴിയുമ്പോൾ അവിടെ എൻഡോത്തീലിയത്തിനൊരു ഡാമേജ് വരുന്നു. അവിടെ ഉടനെ തന്നെ ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടാകുന്നു. അതായത് ഇൻഫ്ലമേറ്ററി സെൽസ് അവിടെ വരുന്നു. ഉദാഹരണമായിട്ട് മാസ്റ്റ് സെൽസ് വരുന്നു. ഈ മാസ്റ്റ് സെൽസ് അവിടെ വന്ന് ഈ കൊളസ്ട്രോൾ കണികളെ വിഴുങ്ങുക അല്ലെങ്കിൽ എൻഗൾഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പരിണിത ഫലമായിട്ട് ഈ കൊളസ്ട്രോൾ കണികകൾ നമ്മുടെ ധമനികളുടെ എൻഡോത്തീലിയത്തിൽ അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ പറ്റിപ്പിടിക്കുന്നു. അങ്ങനെയാണ് ഒരു ഫാറ്റി സ്ട്രീക്ക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പ്ലാക്കിന്റെ തുടക്കം അവിടെയാണ്. അവിടെ കൂടുതലായിട്ട് കൊഴുപ്പ് വന്നടിഞ്ഞ് അല്ലെ കൊളസ്ട്രോൾ വന്നടിഞ്ഞ് ഈ പ്ലാക്കിന്റെ വലിപ്പം കൂടുകയും, അത് ചിലപ്പോൾ വർഷങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെ വലിപ്പം കൂടുന്നത്. അങ്ങനെ വലിപ്പം കൂടി കൂടി അതൊരു വലിയ പ്ലാക്ക് ആകുന്നു. ഈ പ്ലാക്ക് കുറച്ച് കഴിയുമ്പോൾ അത് ബ്രോക്കൺ ചെയ്യുന്നു, അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നു. പൊട്ടിക്കഴിയുമ്പോഴാണ് അതിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നത്. പ്ലേറ്റ്ലെറ്റ്സും മറ്റും അവിടെ അടിഞ്ഞു കൂടി ഈ പ്ലാക്കിന്റെ വലിപ്പം അന്നേരം വളരെയധികം വർദ്ധിക്കുന്നു. അങ്ങനെ അതൊരു കംപ്ലീറ്റ് ബ്ലോക്ക് ആകുന്നു. അപ്പോഴാണ് നമുക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. ഹൃദയാഘാതം മാത്രമല്ല, സ്ട്രോക്ക് ഉണ്ടാകുന്നതിലും ഈ സി റിയാക്റ്റീവ് പ്രോട്ടീൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഹൃദയാഘാതത്തിന്റെ ഒരു റിസ്ക് ഫാക്ടർ മാത്രമല്ല, സ്ട്രോക്കിന്റെയും കൂടി ഒരു റിസ്ക് ഫാക്ടറാണ് ഉയർന്ന CRP ലെവൽ. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഈ സി റിയാക്റ്റീവ് പ്രോട്ടീൻ്റെ അളവ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നമ്മുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി. നമ്മൾ വ്യായാമം തുടർച്ചയായിട്ട് ചെയ്യണം. അതിലെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സി റിയാക്റ്റീവ് പ്രോട്ടീൻ്റെ അളവ് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മൾ നാരുകൾ കൂടുതലുള്ള ആഹാരം കഴിക്കുക. ഉദാഹരണം ബീൻസ്, പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയവതിനകത്തൊക്കെ നാരുകൾ ധാരാളമുണ്ട്. പിന്നെ നമ്മൾ omega-3 ഫാറ്റി ആസിഡ് ധാരാളമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. നട്ട്സ് കൂടുതൽ കഴിക്കുക, അതായത് ബദാം പരിപ്പ്, വാൾനട്ട്, കാഷ്യൂ നട്ട് തുടങ്ങിയ നട്ട്സ് കൂടുതൽ കഴിക്കുക. സീഡ്സ്, ഉദാഹരണമായിട്ട് ചിയ സീഡ്സ്, മത്തങ്ങ സീഡ്സ്, ഇങ്ങനെയുള്ള വിത്തുകൾ കൂടുതലായിട്ട് കഴിക്കുക. ഒളിവ് ഓയിൽ ഏറ്റവും നല്ലതാണ്. ഗ്രീൻ ടീ വളരെ നല്ലതാണ്. നമുക്ക് ബെറീസ് ഏറ്റവും നല്ലതാണ്. ചില ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ നിത്യേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ സി റിയാക്റ്റീവ് പ്രോട്ടീൻ ഉയരുകയില്ല. സി റിയാക്റ്റീവ് പ്രോട്ടീനെ ഉയർത്താതെ സാധാരണ നിലവാരത്തിൽ നിലനിർത്താൻ പറ്റുമെങ്കിൽ നമുക്ക് ഹൃദയാഘാതത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. വളരെ ഉപകാരപ്രദമായ ഈ വിവരങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇതിന്റെ പ്രയോജനം കിട്ടട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.